കേട്ട് 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 മടുത്ത്. എന്താന്നല്ലേ, വേണ്ട വേണ്ട എന്ന് വെച്ച് ചെയ്യും തോറും അമ്മച്ചി വെറുതെ വയ്യേക്ക് നടന്നു തള്ളേ 40-45 വയസ്സായില്ലേ. കോയമ്പും തേച്ച് രാമായണവും വായിച്ച് ഇടയിലും കുത്തിരിഞ്ഞാൽ പോരെ. സ്റ്റുഡിയോയിൽ ഞാൻ ഏതെങ്കിലും പോയി ഡ്രസ്സ് എടുത്താൽ അതേ സെയിം ഡ്രസ്സ്. എൻ്റെ തള്ളേ ഹീൽസ് ഫോട്ടോ എടുത്ത് എന്നല്ലാണ്ട് അതിൻ്റെ ഇരട്ടി ഉണ്ട് കേട്ടോ നീ ഫോട്ടോ എടുത്തതിൻ്റെ. അപ്പം ഞാൻ കേട്ട് കേട്ട് മടുത്ത്. ഞാനിവിടെ ഇതിൽ വെണ്ടക്ക അക്ഷരത്തിൽ എന്ന് പറഞ്ഞത് വേണം സ്ക്രീനിൽ കൊടുക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിലിട്ട ഒരു വാർത്ത. അതെന്തിനാണ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ തള്ളച്ചി പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് മടുത്തു. അപ്പോൾ ഇതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഏത് തള്ളച്ചിന്ന് അറിയാമല്ലോ, സീതാപാലക്കൽ തള്ളച്ചി. അപ്പോൾ തള്ളച്ചി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ സ്വയം സെലിബ്രിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തള്ളച്ചിയെ ഈ സ്ക്രീനിലുള്ള ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചതാണ്. അപ്പം അങ്ങനെയൊക്കെ കുറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റിനെ കുറിച്ച് മാത്രമല്ലേ കുറിക്കുള്ളൂ. ആക്കോട്ടെ, അത് വിട്ടേക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, അപ്പം ആരെക്കുറിച്ചും തള്ളച്ചിൻ്റെ കൂടെ നിന്ന് എത്രയോ സെൽഫി എടുത്തിട്ടുണ്ടായി, ഫോണ് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ്. എനിക്കൊരു നിലവാരമുണ്ട്, ആ നിലവാരത്തെ ഞാൻ കീപ്പ് ചെയ്യണമെന്ന് പലരും പല തവണകളായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാണ്. ആ നിലവാരത്തെ കീപ്പ് ചെയ്യാവുന്ന രീതി വിട്ടുപോകുന്നത് ഈ തള്ളച്ചിയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നുണ്ടാണ്. ഈ യൂട്യൂബിൻ്റെ അകത്ത് ഈ തള്ളച്ചിനെ ബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടേ പറയണേ ഗൈസ്. അപ്പം പ്രധാനമന്ത്രിൻ്റെ അവിടെ പോട്ടെ, അത് ഇത് തീരോളും അങ്ങ് കണ്ടോട്ടെ. ഭക്തപ്രിയ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാസിക, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാസിക 2023 ഏപ്രിൽ 24. ഇതെന്തിനാ ഞാൻ എടുത്തതെന്നല്ലേ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മുഖ്യമന്ത്രി എനിക്ക് എന്നാത്തിനാ. അങ്ങനെയാണ് കഥകൾ. നമ്മൾ ഇതിനെ വെറുതെ ഒന്ന് മറിച്ചു നോക്കുക. അപ്പോൾ ഇത് ഞാനാണല്ലോ ഗൈസ്, ഇത് ഞാനല്ലേ, കണ്ടിട്ട് ഞാനെപ്പോലെ തോന്നുന്നില്ലേ, ഇത് ഞാനല്ലേ. ശരിടാ, ഇത് വാപ്പിയാണല്ലോ, അപ്പോൾ വാപ്പി സെലിബ്രിറ്റിയാണല്ലേ. 101 വെണ്ണക്കണ്ണന്മാരെ സമർപ്പിച്ച് ജസ്ന സലീം. അല്ല, ജസ്ന മാത്രമല്ല, സലീമ കൊടുക്കാൻ പറഞ്ഞു. മോളെ ഒരു പെണ്ണെടുക്കും, ഇവിടെ സലീമെന്ന് എഴുതട്ടെ. പോട്ടെ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയൊക്കെ ഒരു ഭക്തപ്രിയയിൽ വരാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? പോടപ്പ, ഇതൊക്കെ വന്നേത്തു. ഇതെന്നതാടേ ഒരു ലെവള് ഡ്രസ്. ഈ ഡ്രസ് ഇങ്ങോട്ട് നോക്കണ്ട, അപ്പം നിങ്ങൾ വിചാരിക്കും പണ്ടത്തെ ഏതോ ബുക്കാന്ന്. അതല്ല ഗൈസ്, ഇത് 1/2020. അപ്പം ഇതിലിപ്പം എന്താ വെറുതെ നമ്മൾ മറിച്ചു വെക്കുക. വല്ലതും കിട്ടിയാലായി, എന്താ കിട്ടുമായിരിക്കും. തമിഴ് കേട്ടോ. ഇത് ഞാൻ വായിച്ചുതരാം. കുമുദം എന്ന് വെച്ചാൽ തമിഴിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മാസികയാണ്. ഇത് പിന്നെ ഞാനാണല്ലോ, ഞാൻ തന്നെയല്ലേ ഇത്. ചേടാ, ആണോ മോനെ? എന്തായിട്ടെ പൊന്നാര ഗൈസ്, ഇതെന്താന്ന് എന്നോട് വായിക്കാൻ പറയരുത്. അറിയൂല, ലേലു അല്ലേ അയച്ചു വിട്. ദേ കിടക്കുന്ന സെലീമിനെ ഞാൻ കാണിക്കുന്നില്ല. പൊന്നാര മക്കളെ, എൻ്റെ 2 കൊച്ചുങ്ങളാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പണ്ട് ഞാൻ ഇവന്മാരുടെ ഫോട്ടോ പുറത്ത് വിടാറുണ്ടായിരുന്നു. ഇത് ഏതിലെന്താ അറിയോ, 2020-ലെത്തതാ. ഇനിയുണ്ടോ? ഇനിയുണ്ടല്ലോ ഞാൻ. ചേടാ, ഇത് ഞാൻ തന്നെയല്ലേ. എൻ്റെ പുറകെ ഭക്ഷണം. ഇത് ഞാൻ നമ്മുടെ ആരായിരുന്നു അപ്പോൾ പേര് മറന്നു. ഇത് തന്ത്രി. അപ്പം ഇത്രയും സംഭവങ്ങൾ 1, 2, 3, 4, 5 പേപ്പറിൽ ഇത്രമേൽ. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ? സാധാരണക്കാരിയായ ഒരു കുട്ടി ആണ് ഞാനെങ്കിൽ ഈ കുമുദത്തിലൊക്കെ ഇങ്ങനെ വന്നടേ. കുമുദം എന്ന് പറയുന്നതേ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഇതൊന്നും പറഞ്ഞേക്കല്ലേ ഈ ഫോട്ടോ കണ്ടിട്ട്. ഇവർക്കൊക്കെ ഭ്രാന്തായിരിക്കും. പോട്ടെ.
ഇത് 2024 ഏപ്രിൽ 13-നുള്ളതാണല്ലോ. വനിത 2024 എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലല്ലേ. വെറുതെ ഒന്ന് മറിച്ചു നോക്കിയേക്കാം, വല്ലതും ഉണ്ടോ എന്നൊക്കെ. ചെറിയൊരു ഫോട്ടോയിൽ ഞാൻ ഇതെന്താടെ ഇങ്ങനെ, ചെറുതല്ലേ. 26-ാമത്തെ പേജ്. എൻ്റെ കർത്താവേ, ഇത് ഞാനും കണ്ണനും അല്ലേ? അല്ലേ, കണ്ണൻ തന്നെയല്ലേ? ഞാൻ തന്നെയാണല്ലോ. മോനെ, ഇത് മമ്മിയാണോടാ? തോന്നുന്നുണ്ടോടാ നിനക്ക്? തോന്നുന്നുണ്ടോ? വനിതക്കാർക്ക് എന്താ കൊടുത്തതെന്നറിയില്ല. പിന്നെ ഞാൻ ഇത് നീലക്കുറിഞ്ഞി കേട്ടോ എൻ്റെ ബാക്കിലുള്ളത്. നീലക്കുറിഞ്ഞി പൂത്ത സമയത്ത് നീലക്കുറിഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് വയലറ്റ് കളറിൽ ഒരു ഫോട്ടോ എടുത്തു. ഇത്രയും വലുതാക്കിയിട്ടൊക്കെ വനിതയിലൊക്കെ കൊടുക്കാൻ എന്തുവാ, വനിതയല്ലേ പോട്ടെ. 3 ഗൃഹലക്ഷ്മി. എനിക്കിത് പറയാൻ കിട്ടൂല കേട്ടോ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. ഇത് ഞാനാണല്ലോ, ഞാൻ കിടക്കുന്നേ. ഞാൻ 66-ാമത്തെ പേജ് ഒന്ന് നോക്കിയേക്കാം. തള്ളച്ചി, ഇത് നിനക്ക് ലാസ്റ്റുള്ള മറുപടിയാണ്. ഇനി എനിക്ക് വയ്യ കുഞ്ഞേ. കർത്താവേ, നോക്കിയേ, ഇത്രയും വലിയ ഫോട്ടോ എൻ്റേത്. ഒരു സാധാരണക്കാരിയായ ഒരു കുട്ടിയാണെങ്കിൽ ഇത്രയും വലിയ ഫോട്ടോ ഒക്കെ വെക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നല്ല കളറായി. ഞാനങ്ങ് ആകാശത്തേക്ക് നോക്കി. ഇത് ഇവിടെ പിന്നെയും പ്രധാനമന്ത്രിൻ്റെ ട്വിറ്ററിൽ കുറിച്ചതാ ഇവിടെ കിടക്കുന്ന. ഇതുവരെ എനിക്ക് ഗൃഹലക്ഷ്മിക്കാർ ഇതായിരുന്നു കേട്ടോ. ഗൃഹലക്ഷ്മിക്കാർ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതാട്ടോ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു മൂമെൻ്റ് ആയിരുന്നു അത്. എന്നിട്ട് ഞാൻ ഇതിട്ട് കുറേ ബുക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എൻ്റെ മക്കളുടെ നോട്ട് ബുക്കിൻ്റെ പൊതിയാക്കി കൊടുത്തു. പിള്ളേർക്കൊരു ഗമയല്ലേ മമ്മിയുടെ ഫോട്ടോ നോട്ട് ബുക്കിൻ്റെ മുകളിലൊക്കെ ആക്കി വയ്ക്കുക എന്ന് പറയുന്നത്. കോട്ടെ 2024 കഴിഞ്ഞല്ലേ. മഹിളാരത്നമൊക്കെ എന്തിനാ? ഇത് ഏത് കൊല്ലത്തതാ? മഹിളാരത്നം ഏത് കൊല്ലമാണെന്ന് കാണുന്നില്ലല്ലോ ഗൈസ്. മെയ് 2024. ഇതിലിപ്പോൾ എന്തേട്ടുള്ളത്? കുറച്ച് നോക്കണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എനിക്കത് നോർമൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. കുറേ പേപ്പർ കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. എടുക്കാൻ കഴിയാഞ്ഞിട്ട് കുറച്ച് തൽക്കാലത്തേക്ക് ഇത് മതിയല്ലോ. എന്നാത്തിനാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചത്? ഇതിൽ കൊടുത്തത് ഇനി ഞാനുണ്ടോ? നീ എന്നെ കാമനിക്ക് മകനാ എന്നെങ്കിൽ അമ്പ് വിട്ട മായമല്ല നീക്ക് മകള എന്താ പോയാ മമ്മി ഇതിലെതിലോ ഇല്ലയോ? അപ്പം ഞാൻ സാധാരണക്കാരിയായ കുട്ടിയാണ്. ഞാനൊരു പോസ്റ്റ്, എൻ്റെ കുഞ്ഞൊന്ന് പോടാ, ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ. എന്നെ ഒരാൾക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് 2-3 മണിക്കൂർ കൊണ്ട് എനിക്ക് ആളെ സഹായിക്കാൻ പറ്റി കേട്ടോ. താങ്ക് യു സോ മച്ച്. എടാ, ഇത് മമ്മി അല്ലേടാ? ആണോ? ഇത് ഇവരിവിടെ വന്ന് ഷൂട്ട് ചെയ്തതാട്ടോ. ദേ കിടക്കുന്ന പിന്നെ ഞാൻ ദീം തെറികിട തോന്നും. എന്നാ ചെയ്യാനാ, എനിക്ക് ഭയങ്കര അഹങ്കാരമൊന്നും തോന്നുന്നില്ല. ഇത് ഏത് കൊല്ലത്ത്? ഭയങ്കര പഴയതാണ്. ജസ്നയുടെ ഉണ്ണിക്കണ്ണന്മാർ. ഇത് ഏത് ഇയറാണെന്നും കൂടി ഞാൻ പറഞ്ഞത്. കുറച്ച് ഓൾഡ് ഇയറാണ്. 2020-ലുള്ളത്. ജസ്നയുടെ ഉണ്ണിക്കണ്ണന്മാർ ഏതിലുള്ള കാമനിക്ക് മകനാ ഇതൊക്കെ അവര്. കർത്താവേ, ഇത് ഞാനല്ലേ? അന്നൊക്കെ ഞാൻ ഭയങ്കര ദീനിയായിരുന്നു കേട്ടോ. പർദ്ദയായിരുന്നു ഇട്ടത്.
ഇത് പണ്ട് എടി ലസിതേ, നീ എൻ്റെ കൂടെ സെൽഫി എടുത്ത കാലത്തുള്ള ഫോട്ടോ കേട്ടോ. ഇപ്പറഞ്ഞ മൊണ്ണ ലസിത വരെ എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ട് ഓളെടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾ ആ ഒരു കാലത്ത് ഞാൻ ഫോട്ടോ കൊടുക്കാറുണ്ടായിരുന്നു. ഇവരെന്തായിരുന്നു, മെട്രോ ശ്രീധരൻ സാറിൻ്റെ ഫോട്ടോ, പിന്നെ തന്ത്രിയുടെ ഫോട്ടോ, സലീം എൻ്റെ കുഞ്ഞായ സമയത്ത്, മോൻ കുഞ്ഞായ സമയത്ത്, ഞാൻ, മോഹൻലാൽ, മനീഷേട്ടൻ, ദിലീപ്, ഞാൻ, ഇതും ഗുരുവായൂരാ കൊടുത്ത ഫോട്ടോ. ഇത്രയുള്ളൂ. രേഖ എടുക്കുന്നത് നീയും തന്നെ എടുക്കും, സലീം തന്നെ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ആര്? ഈ ലസിത പാലക്കൽ പബ്ലിക്കായിട്ട് ഓള് വരുന്ന ഒരു പേപ്പറിൽ വരച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഓഫ് കോഴ്സ് നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസായിരുന്നു കൊടുത്തത്. ഞാൻ അവളോട് പറഞ്ഞു ആ പീഡന കേസിൻ്റെ FIRന്റെ കോപ്പിയോ അല്ലെ എന്തെങ്കിലും ഒരു തെളിവോ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പം ഇന്നിട്ടൊരു വീഡിയോയിൽ കണ്ടു പിച്ചിനുള്ളി മാന്തി എന്ന് പറഞ്ഞു. അതങ്ങനെയായി മാറി. ഏത്? ഞാൻ വരച്ചു കൊടുക്കാം, എനിക്ക് ഒരു വിരോധമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രസ് മീറ്റ് നടത്തിയിട്ട് തന്നെ വരയ്ക്കാം, എന്നാൽ കുറച്ച് പേര് കാണുമല്ലോ. എനിക്ക് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് എൻ്റെ തിരക്ക് കാരണം എനിക്ക് പറ്റിയില്ല. അപ്പോഴൊക്കെ പിച്ചിനുള്ളി മാന്തിന്നാക്കി. ഞാൻ സ്റ്റുഡിയോയിൽ പോവുകയാണെങ്കിൽ സ്റ്റുഡിയോ, ഞാൻ വട്ടം കറങ്ങുന്ന വീഡിയോ ആണെങ്കിൽ വട്ടം കറങ്ങുന്നത്, ഞാൻ മുടിയിട്ട ഫോട്ടോ ആണെങ്കിൽ മുടിയില്ല, ഞാൻ നടക്കുന്നതാണെങ്കിൽ നടക്കുന്നത്. അവിടേക്കും അരുണൊരു ചലഞ്ച് കൊടുത്തു. ഹീൽസ് ഇട്ടിട്ട് മോളെ ആ ടേപ്പ് ഹീൽസ് വന്നെടുത്തുണ്ടോ? അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. നീ വലിയ ലെവലല്ലേ, ഒരു ക്യാറ്റ് വാക്ക് അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരൊറ്റ ക്യാറ്റ് വാക്ക്, 30 സെക്കൻഡിൻ്റെ ഒരൊറ്റ ക്യാറ്റ് വാക്ക്, പൂച്ച നടത്തും. അപ്പം ആ ഹീൽ ഇങ്ങനെ കാണിച്ചാൽ ഓന് നല്ല കൈക്കൊക്കെ നല്ല നീളമുണ്ട്, അത് നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. ടേപ്പ് വെച്ചിട്ട് എന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇവളുടെ ഒരു സുഹൃത്തുണ്ട്, പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊണ്ണ. ഒറ്റൊന്നും മതിയടാ കുഞ്ഞ്. ആ ടേപ്പ് ഇതാ, മമ്മിക്ക് കൈ സുഖമില്ല. നീ എന്നെ കാമനക്ക് മകളാ 1 2 3 4 ഇഞ്ച് ഉണ്ട് മോളെ. 4 ഇഞ്ച് എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ഉണ്ട്. നീയല്ല നിന്റെ ആദ്യ കെട്ടിയോൻ ഷേണായി വിചാരിച്ചാൽ നടക്കൂല. എന്നാ മോളെ, ഇത് ഞാൻ എൻ്റെ തെല്ലായി കേട്ടോ, അരുണിൻ്റെ വെല്ലുവിളിയായിരുന്നു. എനിക്ക് പിന്നെ അയറ്റാലൊന്നുമില്ല. ഞാൻ എൻ്റെ ആർഹ്യൂ വെച്ചിട്ടൊരു 10 വയസ്സായപ്പോൾ തൊട്ടിട്ട് ഈ ഹീൽസുമ കയറിയിട്ടുണ്ട്. അപ്പം ഞാനും സലീമും ഈക്വൽ ഹൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സലീം നാട്ടിലുള്ള സമയത്ത് ഹീൽസ് ഇടാൻ പറ്റില്ല. പക്ഷേ ഞാൻ കൂടെ പോകുമ്പോൾ ഹീൽസ് ഇടും കേട്ടോ. അപ്പോൾ എന്നോടൊരു ജസ്സിയെ ഹീൽസ് ഒഴിവാക്കടാ. എനിക്കെന്തോ ഭയങ്കര ക്രേസാണത്. ഞാൻ പറഞ്ഞല്ലോ, ഹീൽസിൻ്റെ കാര്യത്തിൽ ഞാൻ ഗുരുവാക്കിയിട്ടുള്ളത് നമ്മുടെ നയൻതാരനെയാണ്. ഒരുവിധം ആക്ടേഴ്സ് മുഴുവനവും ഹീൽസിൻ്റെ മുകളിൽ ഒന്ന് തെന്നിപ്പോയ വീഡിയോസ് ഉണ്ട്. പക്ഷെ നയൻതാര മാത്രം തെന്നിയിട്ടില്ല കേട്ടോ. അന്ന് തൊട്ടുള്ളൊരു ക്രേസാണിത്. ഓരോരുത്തരുടെ ക്രേസ് ഉണ്ടല്ലോ, വാഹനത്തിനുള്ള ക്രേസ്. അപ്പോൾ അവന് എല്ലാം എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടപ്പം, അല്ല എൻ്റെ കുട്ടിയെ ഒരു നിലവാരം വേണമെന്ന് പറഞ്ഞു എന്നെ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ. ഇത്രയും വേണ്ട, പ്രധാനമന്ത്രി ട്വിറ്ററിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിലവാരം തന്നെ വേണം. അതെന്തായാലും ലസിത പാലക്കലിനെയും ബൈജു മുരുകനെയും ഏതായാലും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും ജസ്ന സലീം എന്നുള്ള, പിന്നെ നിലവാരം കൂടുതലായി പോയത് കൊണ്ടായിരിക്കാം മേ ബി, തറവാട്ട് പിറന്നത് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം മേ ബി, പറയാൻ പറ്റൂലേ കോയാ. അപ്പം തറവാട്ട് പിറന്നത് കൂടിപ്പോയത് കൊണ്ട് ആയിരിക്കാം മേ ബി പിള്ളേരെയും മക്കളെയും ഉപേക്ഷിച്ച്, അല്ല പിള്ളേരെയും കെട്ടിയോനെ ഉപേക്ഷിച്ച് കണ്ടോൻ്റെ വഴിയേക്ക് പോയത്, തറവാട്ട് പിറന്നത് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം. പറയാൻ പറ്റൂല. നമ്മൾ തറവാട്ട് പിറപ്പ് കൂടിപ്പോയാൽ, തറവാട്ടിന് പേര് കൂടിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. അപ്പം എന്നിട്ട് പ്രിയ വരയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് അല്ല 14 ജന്മം ജനിക്കണം. കാരണം എനിക്കത് കോൺഫിഡൻറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ 12 വർഷമായി എൻ്റെ കുഞ്ഞെ, 12 വർഷമായി ജസ്ന സലീം കൃഷ്ണൻ 12 അല്ല 13, 2013 തുടങ്ങി. അപ്പോൾ 23 ആകുമ്പോൾ 10, 24, 11,
25 12 ഇനിയിപ്പോൾ 13ാമത്തെ വർഷത്തിലേക്കാണ് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ടിട്ടുള്ള വരയും അന്ന് തൊട്ടിട്ടുള്ള കൈവയക്കുമാണ്. അതെൻ്റെ ഒരു കോൺഫിഡൻ്റാണ്. ആ കോൺഫിഡൻറ്റിനെ ആർക്കും തകർക്കാൻ പറ്റില്ല. ഒരു സിഗ്നേച്ചർ ഉണ്ടാവും ഓരോരുത്തരെ. ആ സിഗ്നേച്ചർ ഇപ്പം നമ്മളിപ്പോൾ എത്ര ആൾക്കാരുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിടാറുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിനെ മറ്റൊരാൾ ഇട്ടാലും അവനവൻ്റെ ഒപ്പ് എന്ന് പറയുന്നത് ഒരു സിഗ്നേച്ചർ തന്നെയാണ്. അതിനാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നാര മോളെ, നിനക്ക് ജസ്ന സലീം എന്ന് മൊയ്യാതെ എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് ഒന്നിന് നീ റീച്ച് കാണിച്ചുകൊണ്ടാ. ഒന്നിന് ഒരേ ഒരു വീഡിയോസിന് നിൻ്റെ ബൈജു മുരുകൻ്റെ കൂടെ നിന്നിട്ട് ഒരൊറ്റ വീഡിയോ ഇടയും ആ ഒന്ന് റീച്ച് കാണിച്ചുകൊണ്ട്. അപ്പം ഞാൻ നിന്നെ സമ്മതിക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ പറയാത്ത എൻ്റെ ലിസ്റ്റിലില്ലാത്ത ഹരിത, ശ്രീല പിള്ള, ലക്ഷ്മി കോണകത്ത്, ഇത്രയും പെണ്ണുങ്ങളല്ല, കോണകത്തോ കാനകത്തോ ഏതൊരു ഈ യൂട്യൂബ് പറയുന്ന പേര് കേട്ടിട്ടാത്ത, എനിക്ക് ഇവന്മാരുടെ പേര് അറിയത്തില്ല. അപ്പോൾ ഇവരെയൊക്കെ പേര് ഞാൻ മെൻഷൻ ചെയ്യാറില്ല, എന്തിനെങ്കിലും ഏതിനെങ്കിലും പറയാറുണ്ട്. ആകെ ഫോക്കസ് ചെയ്യുന്നത് ലസിത പാലക്കൽ, പ്രിയ, നമ്മുടെ തെറി ബീവി, ഇത്ര 3 എണ്ണത്തിനെയാണ്. എന്ന ശ്രീലേഖന ഹരിതന, എന്ന ശ്രീലേഖന ഹരിതന, എന്ന ശ്രീലേഖന ഹരിതന. ഇത് ടീ തരുതോ താം തരുതോ. എടീ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡീ, നാളെ തൊട്ട് ഡാൻസ് ക്ലാസ്സിന് കൂടെ കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ലസിത പാലക്കലിനുള്ള ലാസ്റ്റ് വീഡിയോ ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ച സഹിതം ഞാനിതിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ പൊന്നാര കൊച്ചേ, നടക്കൂലടേ നിന്നെക്കൊണ്ട്. നിൻ്റെ BJP-ൻ്റെ RSSൻ്റെ നേതാക്കന്മാരുടെ എല്ലാവരുടെ ഓൾമോസ്റ്റ് എൻ്റെ കൂടെ ഉള്ള ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിലും അവരൊക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ ഒരു നിലവാരമുള്ളത് കൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ഫോട്ടോ എടുത്തത്. അപ്പം നോക്കച്ചാ എന്തുവാടേ. ഏതായാലും ഇവൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ ഈ അടുത്ത കാലത്ത് അരുൺ എപ്പോഴും പറയും, അരുൺ ഇന്നതിന് ശേഷം കേട്ടോ ഈ റിയാക്ഷൻ വീഡിയോ നിർത്തിയത്. നമ്മൾ കുറച്ചുകൂടി മുമ്പ് പോയത് ഈ BJP-യിൽ അറിയപ്പെടുന്നൊരു നേതാവ് എന്ന് വെച്ചാൽ നല്ല അറിയപ്പെടുന്നൊരു നേതാവ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ജസ്റ്റ് എനിക്കൊക്കെ FB-യിൽ എന്തൊക്കെയാണ് ഞാനിടുന്ന പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് വരാറ്, ഞാൻ എന്തിനെങ്കിലും പ്രതികരിച്ച് നീ കണ്ടോ, നീ ഒന്ന് അടങ്ങ കുഞ്ഞേ, അവർ പറയുന്ന പോലെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ ഇത് പറഞ്ഞതിൻ്റെ അതിൽ ഞാൻ അവിടെ എത്തി തിരിച്ച് പോരുവോളും എന്നെ ഉപദേശിച്ചൊരു കാര്യം, നീ പറയുന്നത് ആണ് മറ്റുള്ളവർ കേൾക്കുക, കാരണം നിനക്കാണ് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ കൂടുതലുള്ളത്. അപ്പം നിൻ്റെ മറുപടി കേട്ട് ചോദ്യം എന്തായിരുന്നു എന്ന് അവളുടെ അക്കൗണ്ട് പോയി തപ്പാൻ പോകും. എന്തിനാ നീ കാരണം ആ ഒരു ഫ്രോഡ് പെണ്ണിന്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫ്രോഡ് പെണ്ണിന് നീ എന്നാത്തിനാണ് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ആ പെണ്ണിനെ RSS ഒഴിവാക്കിയതാണല്ലോ, അവർ ഭയങ്കര സ്ഥാനത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഏതൊരുത്തൻ്റെ ഫോൺ ചോർത്തിയതിന്, ഏതൊരുത്തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതിന് പാർട്ടി പിടിച്ച് പുറത്താക്കിയതാണ്. പിന്നെയും ഞാൻ പാർട്ടിയിലുണ്ട് എനിക്കറിയാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ ഏതൊരു പരിപാടി ഉണ്ടെന്ന് കേൾക്കുകയാണെങ്കിലും ആദ്യം എത്തിയ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ അവിടെ ഒരു ഷോപ്പിലെ സെയിൽസ് ഗേളാണ്, അറിയോ. ഭയങ്കര വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ഒരു ഷോപ്പിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പെണ്ണുങ്ങളെ ഗതികേട്. പോരാത്തതിന് കെട്ടിയവനൊരു ഗുഡ്സ് ഡ്രൈവറും. ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മോശമായിട്ട് കണക്കാക്കരുത്, പക്ഷേ വിദ്യാഭ്യാസം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. നിനക്ക് ജില്ലാ കളക്ടറൊക്കെ കിട്ടൂലായിരുന്നോ? ആ ഷേണായി പിന്നെയും നല്ല ജോലിയൊക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നിൻ്റെ നിലവാരത്തിനുള്ള ഒരാളെ നീ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏതായാലും ലസിത പാലക്കൽ നിനക്കുള്ള ലാസ്റ്റ് വീഡിയോ. ഇനി എനിക്ക് വലിയ തലവേദനയാണ് കുഞ്ഞെ, വിട്ടേക്ക് കുഞ്ഞേ. ഐ ആം എ സെലിബ്രിറ്റി. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ ഞാൻ സെലിബ്രിറ്റി ആണെന്നുള്ള. ടാ.